എപ്പോഴത്തെയും പോലെ തന്നെ ഒരു വെള്ളിയാഴ്ച എന്ന് വെച്ചെങ്കിൽ ഞാൻ ഉറങ്ങി എണിക്കുമ്പോൾ കുറച്ച് ലേറ്റാവും എന്ന് വെച്ചാൽ ഇന്ന് 11 മണിയായി. ഇങ്ങനെ ഇന്ന് പ്രശ്നമല്ല, ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ എണിച്ച് കുഴപ്പമില്ല. അങ്ങനെ 11 മണിയാകുമ്പോൾ എണിച്ച് നല്ല കിച്ചണിലേക്ക് വന്നിട്ട് നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ആക്കാം അല്ലേ. സബ്സ്ക്രൈബ് ആക്കാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണോ, ലൈക്ക് ആക്കണോ വെച്ചെങ്കിൽ എന്തെങ്കിലും ഫോൾട്ടെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് സ്റ്റാർട്ടിങ് തുടങ്ങി എത്രയല്ലേ, അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുമല്ലേ. അത് കമൻ്റായിട്ട് പറയണം, എല്ലാവരും നോക്കണം, സപ്പോർട്ടാക്കണം അല്ലേ. അങ്ങനെ പിന്നെ ആംപ്ലേറ്റ് ആക്കുക. ഇന്ന് രാവിലെ തന്നെ കുറച്ച് ആലോചനയോടെ ഉണ്ടായി എന്ത് ഫുഡാക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഉള്ള സാധനം കഴിയാനതിന് വാങ്ങിക്കണം, അത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ അങ്ങനെയല്ലോ. പിന്നെ ഉണ്ടാകുന്ന എന്ത് ബ്രെഡും മുട്ട ഉണ്ടാവുമല്ലോ, എങ്ങനെയും അതുണ്ടായി. പിന്നെ അത് തന്നെ ഇന്നാക്കാന്നിരിച്ചു. അപ്പൊക്കെ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ചായ കുടിക്കും. അഞ്ചപാടൊക്കെ നല്ല ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ കഴിയില്ല. അഞ്ചപാട് ചായ കുടിക്കണം. അങ്ങനെ കുറച്ച് പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് ചായ കുടിക്കാനായിട്ട് പോയത്. അപ്പൊക്കെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇതാണ്. ഉച്ച പോലെ ആകുന്നില്ല എന്ന് വെച്ചാൽ നല്ല കാണാൻ കുറച്ച് വൈബെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ആടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ തിരിച്ചിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക. ആടെ നിന്നെങ്കിൽ എന്താക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനെ അടവാക്കി പോകും. ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വന്ന് ഉള്ളിയും പച്ചമുളകും കുനുകുനും അരിഞ്ഞിട്ട് ചെറുങ്ങനെ അരിയണം. എന്നിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അത് ആംപ്ലേറ്റ് ആക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നൻ്റെ വകയായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സ്പൂൺ അങ്ങനെ വെച്ചാൽ വെള്ളം ഒഴിക്കാൻ വെച്ചാൽ നല്ലത് പറയുന്നത്. ആരോർക്ക് ചെല്ലി നല്ല ഉണ്ട് പറഞ്ഞു. അങ്ങനെ ആരും പറയാൻ ഓർമ്മന്നില്ല. ഇങ്ങനെ തട്ടുകടയിൽ അവിടെ എല്ലാം അങ്ങനെ ആക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പറയുന്നു. ശരിയാവെന്നും അറിയില്ല. ഞാൻ പിന്നെ എപ്പോഴും ആംപ്ലേറ്റ് ആക്കുമ്പോൾ എന്താക്കുന്നത് കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ചോ അങ്ങനെ ആക്കുമ്പോൾ അങ്ങ് കുഴപ്പമില്ല. നല്ല ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയല്ലേ. എന്നെങ്കിലും കുറച്ച് ആക്കി നോക്കി എല്ലാവരും. അങ്ങനെ ഇതെല്ലാം ആക്കാൻ വെച്ചിട്ട് ഇത് ആംപ്ലേറ്റ് ആക്കാൻ നെൽറ്റായി. ഇത് പാൻ വെച്ച് പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചതിലേക്ക് അങ്ങനെ നമുക്ക് അതിൻ്റെ മോൾക്ക് 2-4 സ്ലൈസ് ബ്രെഡ് വെച്ചാണ്. അത് മറിച്ചിട്ട് നമുക്ക് അതിൻ്റെ പണിയായി. എല്ലാവരും സപ്പോർട്ടാക്കണം അല്ലേ, ലൈക്ക് ആക്കണം, കമൻറ്റ് പറയണം ഇഷ്ടപ്പെട്ടെങ്കോ ഇല്ലെങ്കോ എല്ലാം. പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ആക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ പണി തുടങ്ങണമല്ലേ. അതൊന്നും ആക്കുന്നത് ഇട്ടിട്ടാണ് എന്ന് വെച്ചെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് ലെങ്ത്തായി. അപ്പോൾ അതും ഇതാക്കണ്ട വെച്ചിട്ട് ഫുഡ് കഴിച്ച പാടെ പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായി. അതെല്ലാം ചെയ്ത് പിന്നെ കുറച്ച് ഉച്ചയാകുമ്പോഴൊക്കെ പിന്നെ ഒരു 2 മണിയാകുമ്പോഴൊക്കെ നമുക്ക് പോകാനുമായി. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പാണ്. ഇപ്പോൾ നടുക്ക് കഴിച്ചുകൊണ്ട് ഇതിപ്പോൾ ഉച്ചക്കുമല്ല രാവിലെ അല്ലാത്തൊരു ടൈമിനാണ് ഫുഡ് കഴിച്ചേന് ചായ കുടിച്ചേ. അങ്ങനെ അവിടെ പുറത്തേ ഇരുന്ന് ചായ കുടിച്ച് പിന്നെയും കുറച്ചൊരു 10 മിനിറ്റ് അവിടെ ഞാൻ എന്തായി ചായ കുടിച്ചിട്ട് ബാക്കിയായി. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. എന്നാൽ ശരി, എന്നാൽ ബൈ.